ടി.പി. സെൻകുമാർ മുൻ DGP കൂടി ചേരുകയാണ്. ശ്രീ ടി.പി. സെൻകുമാർ, നമുക്കറിയാം ഏലത്തൂർ തീവെപ്പ് കേസിൽ പോലും പ്രതിയെ പിടികൂടാൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് നെട്ടോട്ടം ഓടിയതും ഇരുട്ടിൽ തപ്പിയതുമെല്ലാം നമുക്ക് ഓർമ്മയുള്ള കാര്യം തന്നെയാണ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ മാത്രമാണ് പ്രതിയെ അതിവേഗം പിടികൂടാനായത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന സാഹചര്യത്തിൽ NSG പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ നിർണായകമല്ലേ, അല്ലെങ്കിൽ ഇവിടെ വരണമെന്നത് അത്യാവശ്യ കാര്യം തന്നെയല്ലേ? നോക്കൂ, നമ്മൾ മുംബൈ അറ്റാക്ക് ഉണ്ടായ സമയത്ത് കണ്ടതാണ് NSGക്ക് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നു വരേണ്ടി വന്നു. അത് കണ്ടമാനം സമയം അപഹരിച്ചു. അതായത് ഡൽഹിയിൽ നിന്ന് മുംബൈയിലെത്താനായിട്ട് അവർ സമയമെടുത്തു. അതിന് സമയമെടുക്കാനായിട്ട് മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും ഡൽഹിയിൽ നിന്നും മുംബൈയിൽ അവരെത്തിയതിനു ശേഷമാണ് വളരെ കാര്യക്ഷമമായ ഒരു ഓപ്പറേഷൻ, ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ തുടങ്ങിയത്. അപ്പൊ കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ ISIS-ലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നവരുടെയും അതുപോലെ അവർക്ക് അടിത്തറ പാകി കൊടുക്കുന്നവരുടെയും ഒക്കെ പങ്കെടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും അത്തരമൊരു ഓപ്പറേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളവും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അകലെ നിന്ന് പറന്നു വരുന്നതിന് പകരം കേരളത്തിൽ തന്നെയുള്ള യൂണിറ്റിന് അതിനെ പെട്ടെന്ന് നേരിടാനാകും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എവിടെയെല്ലാം ഏറ്റവും അധികം സാധ്യതകളുണ്ടോ, ഒരു ടെറർ സ്ട്രൈക്കിന് സാധ്യതകളുണ്ടോ, അത് ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ് അതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ഏറ്റവും പെട്ടെന്ന് ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നടപടി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് NSGയുടെ ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടാകുക എന്ന് വെച്ചാൽ. അതായത് ബോംബെ അറ്റാക്കിലുണ്ടായതുപോലെ ഒരു ഡിലേ ഉണ്ടാകില്ല. ഇപ്പോൾ കൊച്ചിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ഒരു അറ്റാക്ക് തുടങ്ങുകയോ അതുപോലുള്ള സന്ദർഭങ്ങൾ ഉത്ഭവിക്കുകയോ ചെയ്താൽ അവ പെട്ടെന്ന് ഡീൽ ചെയ്യാനായിട്ട് NSGക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം ഡിപ്ലോയ്മെന്റുകൾ നടത്തുന്നത്. വളരെയധികം നന്ദി ടി.പി. സെൻകുമാർ നമ്മോടൊപ്പം ചേർന്നതിന്.